നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പുതിയ വാർത്ത, ലോക എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി നേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ, ഒരു മാസത്തിനിടയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി കളക്ഷൻ നേടിയ സിനിമകളെ കുറിച്ചാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മാന്യ പ്രേക്ഷകരെ, ഇതുവരെ സബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ് ചെയ്യുക. എന്നെപ്പോലെ താരതമ്യേന സാധാരണക്കാരനായ ഒരാൾക്ക് നിങ്ങളുടെ പിന്തുണ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇതുവരെ സബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രദർശനം തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി നേടിയ ചിത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ കാറ്റഗറിയിൽ നിലവിലുള്ളത് 16 ചിത്രങ്ങൾ മാത്രമാണ്. ആ 16 ചിത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം വരുന്നത് പ്രേമലു എന്ന ചിത്രമാണ്. പ്രേമലു എന്ന ചിത്രം നമുക്കറിയാം, ഇൻഡസ്ട്രിയിൽ വലിയ ഹിറ്റായ ഒരു ചിത്രമായിരുന്നു. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി നേടിയത് 30 ദിവസങ്ങൾ കൊണ്ടാണ്. 15ാമത്തെ ചിത്രം RDX എന്ന ചിത്രമാണ്. നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത ഈ ചിത്രം കേരളത്തിൽ വലിയ ഹിറ്റായിരുന്നു. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി കളക്ഷൻ നേടിയത് 24 ദിവസങ്ങൾ കൊണ്ടാണ്. 14ാം സ്ഥാനത്തുള്ളത് 2016 വൈശാഖ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ പുലിമുരുകൻ എന്ന ചിത്രമാണ്. മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം ഒരു മൈൽ സ്റ്റോൺ ആണ്. മലയാള സിനിമ വേൾഡ് വൈഡായി ആദ്യമായി 100 കോടി നേടിയതും ഈ ചിത്രത്തിലൂടെയാണ്. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി നേടിയെടുത്തത് 23 ദിവസങ്ങൾ കൊണ്ടാണ്. 13ാം സ്ഥാനത്ത് ARM എന്ന ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് നായകനായ ചിത്രമാണ്. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 50 കോടി നേടിയെടുത്തത് 19 ദിവസങ്ങൾ കൊണ്ടാണ്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ആന്ധ്രയിലും വലിയ ഹിറ്റായ ചിത്രമായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് എന്ന കാര്യം നമുക്കെല്ലാം അറിയാം. വലിയ സ്റ്റാർ കാസ്റ്റുകളോ മറ്റോ ഇല്ലാതെ വലിയ വിജയം നേടിയ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി നേടിയത് 18 ദിവസങ്ങൾ കൊണ്ടായിരുന്നു. അടുത്തത് ജയിലർ എന്ന ചിത്രമാണ്. തലൈവർ രജനികാന്ത് നായകനായി വന്ന ഈ ചിത്രം കേരളത്തിലും വലിയ വിജയമായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഈ സിനിമ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയത് വെറും 16 ദിവസങ്ങൾ കൊണ്ടായിരുന്നു. 10ാം സ്ഥാനത്ത് വരുന്നത് ലൂസിഫർ എന്ന ചിത്രമാണ്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയത് 16 ദിവസങ്ങൾ കൊണ്ടാണ്. 9ാം സ്ഥാനത്തുള്ളത് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ നായകനായി അഭിനയിച്ച ആവേശം എന്ന ചിത്രമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ആവേശം. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തത് 15 ദിവസങ്ങൾ കൊണ്ടാണ്. ഇന്ത്യ ഒട്ടാകെ വലിയ തരംഗമായിരുന്ന ഈ ചിത്രം ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ്. ഇന്ത്യ ഒട്ടാകെ വലിയ ഹിറ്റായ ഒരു ചിത്രമായിരുന്നു ബാഹുബലി 2. കേരളത്തിലും ഈ ചിത്രം വലിയ ഹിറ്റായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഈ ചിത്രം 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. കേവലം 15 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തത്. 7ാം സ്ഥാനത്തുള്ളത് 2018 എന്ന ചിത്രമാണ്. കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ ഇൻസ്പയർ ആയി എടുത്ത ഈ ചിത്രം കേരളത്തിലും കൂടാതെ തമിഴ്നാട്, ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിലും വലിയ ഹിറ്റായിരുന്നു. കേരളത്തിലെ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഈ ചിത്രം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ എടുത്തത് 13 ദിവസങ്ങൾ കൊണ്ടാണ്. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന ചിത്രം കേരളത്തിലും പ്രവാസികൾക്കിടയിലും കേരളത്തിന് പുറത്തും വലിയ ഹിറ്റും ചർച്ചയുമായ ഒരു ചിത്രമായിരുന്നു. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയത് 12 ദിവസങ്ങൾ കൊണ്ടാണ്. 5ാം സ്ഥാനത്തുള്ളത് KGF 2 എന്ന ചിത്രമാണ്. KGF 1ന്റെ മികച്ച അഭിപ്രായം കൊണ്ടായിരിക്കണം KGF 2 ഇന്ത്യ ഒട്ടാകെ വലിയ ഹിറ്റായ ഒരു ചിത്രമായിരുന്നു. KGF 2 കേരളത്തിലും വലിയ തരംഗങ്ങളാണ് സൃഷ്ടിച്ചത്. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന്
50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയത് കേവലം 11 ദിവസങ്ങൾ കൊണ്ടാണ്. അടുത്തത് ഈയിടെ റിലീസായ ലോക എന്ന ചിത്രമാണ്. ലോക എന്ന ചിത്രം വലിയ രീതിയിൽ വലിയ വിജയവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഓണം വെക്കേഷൻ ആയതുകൊണ്ടും കൂടി ആയിരിക്കണം വലിയ രീതിയിലുള്ള അഡ്മിഷനാണ് ഈ ചിത്രത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമുക്കെല്ലാം അറിയാം. ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്നത് കേവലം 10 ദിവസങ്ങൾ കൊണ്ടാണ്. മൂന്നാം സ്ഥാനത്തുള്ളത് തളപതി വിജയ് നായകനായ ലിയോ എന്ന ചിത്രമാണ്. നമുക്കറിയാം തളപതി വിജയ്ക്ക് കേരളത്തിലുള്ള ഒരു ഫാൻ ഫോളോയിങ്. മാത്രമല്ല LCU തുടർച്ചയായിട്ട് വരുന്ന ചിത്രം എന്നൊരു ഹൈപ്പും അതിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആവണം കേരള ബോക്സ് ഓഫീസിൽ ഈ ചിത്രം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രമാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി ലിയോ എന്ന ഈ ചിത്രം നേടിയത് കേവലം 10 ദിവസങ്ങൾ കൊണ്ടാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് തുടരും എന്ന തരുൺ മൂർത്തി ചിത്രമാണ്. മോഹൻലാലിന്റെ കരിയറിലും മലയാള സിനിമ ഇൻഡസ്ട്രിയിലും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ ചിത്രം. കാലങ്ങൾക്ക് ശേഷം കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്ന ഒരവസ്ഥ ഈ ചിത്രത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആവണം കേവലം 8 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ചിത്രം 50 കോടി ക്ലബിൽ കയറിയത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി നേടിയ ചിത്രങ്ങളിൽ ഏറ്റവും മുൻപിലുള്ളത് L2E എമ്പുരാൻ എന്ന ചിത്രമാണ്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവർ അഭിനയിച്ച ഈ ചിത്രം കേവലം 5 ദിവസങ്ങൾ കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി കളക്ഷൻ നേടിയെടുത്തത്. വലിയൊരു ഹിറ്റായ ഈ ചിത്രം കേരളത്തിൽ വലിയൊരു തരംഗമായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. 16 ചിത്രങ്ങളാണ് ഒരു മാസത്തിനുള്ളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കോടി കളക്ഷൻ നേടിയിരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് ദയവായി കമന്റ് ചെയ്യൂ. ഒരിക്കൽ കൂടി പറയുന്നു, ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.